കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ വശ്യമനോഹരമായ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആലപ്പുഴയുടെ ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. പച്ചപ്പുകൾക്കും വയലുകൾക്കും കായലോരങ്ങൾക്കും പരപ്പുകൾക്കുമെല്ലാം അപ്പുറത്തേക്ക് ഒരുപക്ഷെ പ്രേക്ഷകരുടെ ശ്രദ്ധ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കൊളോണിയൽ സ്റ്റൈല് വീട്, അതുമല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ടച്ചുള്ള ഒരു വീട്. അങ്ങനെ ബജറ്റ് ഹോം ഇന്ന് നിൽക്കുന്നത് പ്രകൃതി രമണീയമായ ഈ ഭാഗത്തേക്കാണ്. എല്ലാവർക്കും നല്ലൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പച്ചപ്പുകൾക്ക് നടുവിലെ പച്ചനിറത്തോടും ഐവറി നിറങ്ങളോടുമൊക്കെ സാദൃശ്യം തുളുമ്പി ഏവരെയും മോഹിപ്പിക്കുന്ന ഒരു വീട്. ചിലവുകൾ കുറച്ചുകൊണ്ട് നാനാ പ്രദേശത്തേക്കും മാതൃകയാക്കുന്ന ഒരു വീട്. ആലപ്പുഴ ജില്ലയിലെ തകഴി എന്ന സ്ഥലത്ത് പച്ച എന്ന ഗ്രാമപ്രദേശത്തെ ഫ്രാൻസിസ് ചാക്കോയുടെയും കൊച്ചു ത്രേസ്യയുടെയും വീട്ടുവിശേഷണമാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഒറ്റനോട്ടത്തിൽ നമുക്ക് 702 പറ എന്ന വീടിൻ്റെ എലിവേഷൻ നോക്കുമ്പോൾ നല്ല വാർത്ത ഒരു കൊളോണിയൽ ടച്ച് വീട് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ആർക്കിടെക്റ്റിൻ്റെ വൈഭവം കൊണ്ട് അതിൻ്റെ എല്ലാ ഭാവങ്ങളും എടുത്തുകൊണ്ടാണ് നടപ്പാക്കിയിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും. കൃത്യമായ ഒരു അകലം പാലിച്ചുകൊണ്ടുള്ള മേൽക്കൂരയാണ് ഇതിൻ്റെ ഒരു ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഗ്രൂ അടിച്ചുകൊണ്ടുള്ള വോളിൻ്റെ ഒരു സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കയറി വരുന്ന രണ്ട് പടിക്കെട്ടുകൾക്ക് നടുവിലൊരു നീളൻ വരാന്ത, അതാണ് ഈ വീടിൻ്റെ ഒരു മുഖ്യ ആകർഷണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ടാറിട്ട ആ ചെറിയ റോഡിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് എലിവേഷൻ്റെ ഭാഗം എന്ന് നമുക്കൊരു മനസ്സിൽ തോന്നുന്നത് ഒരു കൂറ്റൻ തൂണുകൾക്ക് നടുവിലെ വരാന്തയാണ്. ഒപ്പം ഒരു ഭാഗത്ത് കൂന കൂട്ടി നിൽക്കുന്ന കൊളോണിയൽ ടച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇടതുവശത്താകട്ടെ ഒരു ആനുപാതിക അളവിൽ ഓടുകളെ ക്രമപ്പെടുത്തിക്കൊണ്ട് രണ്ട് കൂരകളും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വാർക്ക വീടിൻ്റെ തലയെടുപ്പോടു കൂടി അതിൻ്റെ ഭാവമൊക്കെ നിൽക്കുന്ന ഒരു രംഗമാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ വാർത്തിട്ടില്ലാത്ത മേൽക്കൂര GI പൈപ്പുകൾ കൊണ്ട് ചെയ്തുകൊണ്ട് ഒപ്പം ഡ്രസ് വർക്കിങ്ങിൻ്റെ ഒരു പകിട്ടോടു കൂടി തന്നെ ചെയ്തിരിക്കുന്ന വീടാണ്. ചിലവ് കുറച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം സാധ്യമാകുന്നു എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു ആർക്കിടെക്റ്റിൻ്റെ വൈഭവമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതിന് ചേരുന്ന കളറുകളും ഒപ്പം ഗ്രൂ വർക്കാണ് ഇതിൻ്റെ ഒരു മുഖ്യ ഒരു ഘടകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കയറി ചെല്ലുന്ന പടിയുടെ തൊട്ട് ഇരു സൈഡുകളിലായിട്ട് ഒരു പ്രത്യേകതരം സ്തൂപം ടൈപ്പ് തൂണുകൾ അതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ട് അതിലൂടെ കടന്നാണ് നമ്മൾ മെയിൻ വരാന്തയിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ കുറച്ച് വ്യത്യസ്തവും എന്നാൽ നമ്മൾ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു വീടിൻ്റെ വളരെ നിർമ്മാണം ചിലവുകൾ കുറഞ്ഞ രീതിയിലുള്ള എലിവേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീടുപണിയിലെ ഏറ്റവും പ്രയാസമേറിയ സ്ഥലങ്ങൾ ഏവർക്കും അറിയാവുന്നതുപോലെ ഒന്നെങ്കിൽ കണ്ടൽ പ്രദേശങ്ങൾ ഏരിയ, അല്ലെങ്കിൽ വയൽ നികത്തുന്ന പ്രദേശങ്ങൾ, അതുമല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങൾ. ഇവയൊക്കെയാണ് നമുക്ക് വീട് പണിയിൽ ഏറ്റവും ചിലവ് കൂടിയ ഭാഗങ്ങൾ. എന്നാൽ ചിലവിനെ കുറച്ചുകൊണ്ട് വീടിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വീട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഘട്ടവും
നമ്മൾ ആദ്യം തന്നെ ആർക്കിടെക്റ്റുമായിട്ട് അല്ലെങ്കിൽ വിദഗ്ധരുമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടുന്ന ഒരു ഭാഗം ഈ വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്കറിയാം വയലോരമാണ്, കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന വയൽ, ഫ്രണ്ടിലൂടെ പോകുന്ന ചെറിയ കായൽ പരപ്പ്, ഒപ്പം ഈ ഭാഗം തന്നെ ഉറപ്പില്ലാത്ത ഒരു പ്രദേശമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വീട് പണിയുമ്പോൾ ആദ്യമായി അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മണ്ണിനെ വാനം വെട്ടുന്ന രീതി വരുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഒരു ചിറവ് കാണുകയാണെങ്കിൽ PCs കൊടുക്കണം, മണ്ണിട്ടതിന് ശേഷം PCs കൊടുക്കണം. അതിനുശേഷം കോൺക്രീറ്റിൻ്റെ ഇത് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ പില്ലറിൽ നിർത്തേണ്ടി വരും. എന്നാൽ ചിലവ് കുറച്ചുകൊണ്ട് PCs ചെയ്ത് മണ്ണിനെ ബലപ്പെടുത്തിയതിന് ശേഷം ആണ് കരിങ്കല്ല് കൊണ്ട് അടുക്കി പിന്നീട് വാനം കെട്ടി ഉയർത്തി മണ്ണ് ലെവൽ ചെയ്ത് ഏതാണ്ട് പൊക്കിയിരിക്കുന്ന ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഇൻ്റർലോക്ക് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇൻ്റർലോക്ക് ചേരുമ്പോൾ നമുക്ക് തോന്നാം ഇൻ്റർലോക്കിൻ്റെ ഭാഗങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. അതിന് കാരണം വീടിൻ്റെ ഈ വാനം എടുക്കുന്ന സമയത്ത് തന്നെ ധാരാളം മണൽ കിട്ടുന്ന ഒരു പ്രദേശമാണ് ഇത്, ആലപ്പുഴ ജില്ലയുടെ പല പ്രദേശത്തും. അപ്പോൾ ആ മണൽ ഉപയോഗിച്ച് തന്നെ മുഴുവൻ ഭാഗം പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭംഗി തോന്നുന്നത്. പ്ലാസ്റ്ററിങ്ങിന് മണൽ യഥേഷ്ടം കിട്ടിയിരിക്കുന്നതുകൊണ്ട് ഇൻ്റർലോക്കിനെ മറയ്ക്കാനും സാധിച്ചു. എന്നാൽ ചിലവ് കുറഞ്ഞുകൊണ്ട് ഇൻ്റർലോക്ക് ഉള്ളിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം കാണും. പിന്നെ വിൻഡോസൊക്കെ എനിക്കൊന്ന് ജനൽ വാതിലുകളെല്ലാം വീടിൻ്റെ എടുത്തിരിക്കുന്നത് പ്ലാവിൻ്റെ തടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലൊക്കെ ഏതാണ്ട് ഒരു 3 ഘട്ടം പാളി, ഫ്രഞ്ച് വിൻഡോ എന്ന് നമുക്ക് 2 പാളിയിൽ പറയാൻ പറ്റില്ല, 3 ഘട്ടങ്ങളായിട്ടോ അല്ലെങ്കിൽ 4 ഘട്ടങ്ങളായിട്ടോ പാളിയെ വേർതിരിച്ചുകൊണ്ടുള്ള വളരെ എക്സ്പെൻസീവ് കുറച്ചതായിട്ടുള്ള ഒരു പോർഷൻസ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ പർഗോളയുടെ ചില ഘട്ടങ്ങൾ ലിൻഡിലിന് മുകളിലായിട്ട് കട്ടിങ് വേരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 16 അടിയോളം ഹൈറ്റ്, വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 16 അടിയോളം ഉയരം നമുക്ക് കാണാൻ ഫീലിംഗ് ചെയ്യും. അത് യൂറോപ്യൻ സ്റ്റൈലിലും കൊളോണിയൽ സ്റ്റൈലിലും ഒക്കെ എടുക്കുന്ന ആർക്കിടെക്റ്റിൻ്റെ ഒരു ഇതും പിന്നീട് അതിൻ്റെ ഭംഗി വേണമെന്നുള്ള ഒരു ചിന്താഗതിയൊക്കെയാണ്. ആ രീതിയിൽ വീടിൻ്റെ ഒരു ക്രമീകരണം പൂർത്തിയാക്കിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. കയറി വരുന്ന ഭാഗത്തെ നീളൻ വരാന്ത, അവിടുന്ന് നമുക്ക് തൊട്ട് ലിവിങ് റൂമിലേക്ക് കടക്കുമ്പോൾ ലിവിങ് റൂമിനെ ഒരു പാർട്ടീഷൻ കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഡ്രോയിങ്ങിലെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു ഒരു ഭൂമിയുടെ കിടപ്പുവശം തന്നെയാണ്. കാരണം ഭൂമിയുടെ ഒരു ലെവൽ വെച്ചിട്ട് ഒരു പക്ഷേ വളരെയധികം സമചതുരത്തിലോ അല്ലെങ്കിൽ ഒരു നീളൻ പ്ലോട്ടോ ആണെങ്കിൽ ഇത്രയധികം വിശാലത വീടിൻ്റെ ഉള്ളിൽ വരത്തില്ല. 1300 സ്ക്വയർ ഫീറ്റ് 12 സെൻറ്റ് സ്ഥലത്തിലൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യത്തിനേക്കാൾ അപ്പുറത്തേക്ക് ലിവിങ് റൂമും ഡൈനിങ്ങും വളരെ വിശാലത നമുക്ക് തോന്നും. ഒറ്റ നോട്ടത്തിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഏറ്റവും വലിയൊരു എനിക്കൊന്ന് രസം എന്ന് പറയുന്നത് ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും സ്പേഷ്യസ് ആണ്. അത്രയധികം സ്പേഷ്യസ് കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ഡ്രോയിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിങ്ങിൽ നിന്ന് നേരെ കടന്നു വരുന്ന ഭാഗത്തേക്ക് നിന്ന് ഡോറിലേക്ക് പോകുന്നത് കിച്ചണിൻ്റെ ഒരു ഭാഗം, അവിടെ വർക്ക് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നേരെ തന്നെ നോക്കുമ്പോൾ ചെറിയൊരു കബോർഡിൽ പ്രെയറിൻ്റെ ഒരു ഏരിയ സെറ്റ് ചെയ്യും. റൂമെന്ന് നമുക്ക് ഒരിക്കലും പറയാനില്ല, ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ 2 വശത്ത് ബെഡ്റൂം, ഒരു കോമൺ ബാത്റൂം. ഡൈനിങ്ങിൻ്റെ ഒരു വശത്തുകൂടി തന്നെ ഒരു ബെഡ്റൂമിലേക്കും പ്രവേശിക്കും. അങ്ങനെ ലളിതമായിട്ടും ഒപ്പം എന്നാൽ ഭംഗിയായിട്ടും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലിവിങ് സ്പേസാണ്. പിന്നെ എനിക്ക് ലിവിങ് സ്പേസിൽ നിൽക്കുമ്പം കളറിനനുസരിച്ചിട്ടുള്ള ഒരു ടൈലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കളറിനോടൊപ്പം തന്നെ ടൈൽസും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭാസം നിൽക്കുമ്പോൾ തോന്നുന്നത് നിറവാണ്. ഏറ്റവും കൂടുതലായിട്ട് ലിവിങ്ങും ഡൈനിങ്ങിലും ഉണ്ടാകുന്ന ഒരു രസവും ഒരു കൂട്ടും ഒരു ജോമെട്രിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വിഷയത്തോടു കൂടി തന്നെ എനിക്ക് തോന്നുന്നു ഫോൾ സീലിങ്ങും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. മുകളിൽ GI പൈപ്പുകൾ കൊണ്ടുള്ള ഒരു പദം അലങ്കരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ചുവട്ടിലായിട്ട് ഒരു പക്ഷേ അത് കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ജിപ്സം ബോർഡിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ജിപ്സം ബോർഡിൽ വളരെ മനോഹരമായിട്ടാണ് ആ ആർച്ച് കട്ട് ചെയ്തിട്ട് ക്രോസ് ലെവലിലുള്ള
ഒരു പർഗോള സിസ്റ്റത്തിൻ്റെ ഹാഫ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ജിപ്സത്തിൽ ചെയ്യുമ്പോൾ നനവുകളില്ലാത്ത ഭാഗമായിരിക്കണം. ഒപ്പം തന്നെ ജിപ്സം ബോർഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഏത് രീതിയിലും നമുക്ക് ഈ അകത്തളത്തെ ഭംഗിയാക്കാനുള്ള ഒരു സിസ്റ്റമൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. പിന്നെ LED ലൈറ്റിൻ്റെ ഒരു വിന്യാസം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ലിവിങ് റൂമിൽ നമ്മൾ ഒരു ഭംഗി നോക്കി എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ കയറി വരുന്നിടത്ത് സെറ്റിയോ അല്ലെങ്കിൽ ഡൈനിങ്ങോ ഡൈനിങ് സ്പേസോ ടീപ്പോയോ അങ്ങനെയൊക്കെ ഉപകരണങ്ങളുടെ ഒരു ചെറിയ ഒഴുക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. ബാക്കി മുഴുവൻ ഭാഗവും വളരെ വിശാലമായ സ്പേസോട് കൂടി തന്നെ കിടക്കുകയാണ്. ഡൈനിങ്ങിലാണേലും ആ ഒരു രീതിയിൽ തന്നെ ഡൈനിങ്ങിൽ ഏതാണ്ട് ഒരു 6 ചെയർസാണ് കിടക്കുന്നത്. ഒപ്പം അതിനോട് ചേർന്ന് ഒരു വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ജനലുകളാണെങ്കിലും ഒട്ടും മടുപ്പ് ഉളവാക്കാത്ത രീതിയിലൊക്കെ കറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഒരു 10-12-13 വരുന്ന സ്ക്വയർ കിച്ചണാണ്. കിച്ചൺ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ഭംഗിയും എളിമയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കിച്ചണിൽ എപ്പോഴും നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നെങ്കിൽ കിച്ചൻ്റെ ഫ്ലോറിൻ്റെ കളേഴ്സ്, കബോർഡിൻ്റെ കളേഴ്സ്, വോളിന് കൊടുക്കുന്നത്, ഇങ്ങനെ 2-3 ഘടകങ്ങൾ ചേർന്നാണ് നമുക്കതിൻ്റെ ഭംഗി നിർണ്ണയിക്കാൻ സാധിക്കുന്നത്. ധാരാളം ആവശ്യങ്ങളുള്ള ഭാഗമാണ് കിച്ചണെങ്കിലും അടുക്കളയുടെ ഭാഗമെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു ആകർഷണത്വം ഇന്ന് നമുക്ക് മോഡുലാർ കിച്ചൺസിനൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു വീട് നോക്കിയാലും അത്തരത്തിലുള്ളൊരു കിച്ചണ് നമുക്ക് കാണാം. ആ രീതിയിൽ വിജയം പ്രാപിച്ച ഒരു കിച്ചണായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഫ്ലോറിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ടൈൽസ് ഇട്ടിരിക്കുന്നത് വുഡിൻ്റെ 2 ഷെയ്ഡുകൾ പെയിൻറ്റിങ് ക്രോസിങ് ചെയ്ത രീതിയിലുള്ള ഒരു പ്രത്യേക ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. മറ്റ് ടൈലിൽ നിന്നും മറ്റ് ഫ്ലോറിൽ ഫുള്ളി വെട്രിഫൈഡ് ടൈൽസ് ആണെങ്കിൽ അതിന് മാറിയിട്ട് വരുന്ന ടൈൽസാണ് നമുക്ക് കിച്ചണിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം ഈ ടേബിൾ ടോപ്പ് സ്ലാബ് നേരത്തെ വാർത്ത് വെച്ചതിന് ശേഷം ഏതാണ്ട് നമ്മളൊന്ന് ഈ ഒരു 75-80 സെൻറ്റിമീറ്ററൊക്കെ കട്ട കൊണ്ട് നമ്മൾ കെട്ടി ഈ പ്രധാന ബോൾ തിരിക്കുന്ന സമയത്ത് തന്നെ അതിൽ നിന്നും സ്ലാബ് കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള പഴയ കാല ശൈലിയിൽ തന്നെയാണ് കിച്ചൻ്റെ സ്ലാബ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നാണ് പിന്നീട് കബോർഡുകളെ തിരിച്ചിട്ടുള്ളത്. MDFൻ്റെ കബോർഡുകൾ കൊണ്ടാണ് ഓരോ പാർട്ടീഷൻസുകളും ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വന്നിട്ട് ഗ്രാനൈറ്റ് ടേബിൾ ടോപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കിഴക്ക് ദർശനത്തിലാണ് ജനലുകളുടെ ഭാഗം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കിച്ചൻ്റെ അകത്ത് ധാരാളം കാറ്റും വെളിച്ചവും കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. 2 ജനൽപ്പാളുകൾ വെക്കുന്നതിനേക്കാൾ നല്ലതും ഒരു ജനൽപ്പാളുകൾ വെക്കുന്നത് വഴി ധാരാളം സ്പേസ് കബോർഡുകൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാനായി സാധിക്കും. ഒപ്പം കബോർഡുകൾ മുകളിൽ ചുവരുകളിൽ ലിൻഡിൽ അതേ മട്ടത്തിൽ തന്നെ 2 കബോർഡുകൾ ആവശ്യാനുസരണം അതിൻ്റെ പാർട്ടീഷനോടുകൂടി തന്നെ ഇടമധ്യത്തിൽ ചെറിയ ഗ്യാപ്പുകളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ധാരാളം മെറ്റീരിയൽസുകളൊക്കെ വെക്കാൻ സാധിക്കുന്ന രീതിയിൽ കിച്ചൻ്റെ പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയ കൃത്യമായി ഒരു മൂലയിലായിട്ട് ഒരു സൈഡിലായിട്ട് തന്നെ അതും ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ ലിൻഡിൻ്റെ മുകളിലേക്ക് വരുന്ന ഭാഗത്ത് ഏതാണ്ട് ഒരു 2 അടിയോളം ഷെയ്ഡ് വാർത്തെടുത്തിട്ട് ആ ഷെയ്ഡിന് മുകളിൽ ധാരാളം സ്പേസ് ഉപയോഗിക്കാവുന്ന രീതിയിൽ MDF കൊണ്ട് പിന്നീട് ഡോറ് ചെയ്തിട്ടുള്ള ഒരു ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കളർ കൊണ്ടും സ്പേസ് അറേഞ്ച്മെൻറ്റ് കൊണ്ടും ഭംഗി കൊണ്ടുമൊക്കെ വോൾട്ടൈലായാലും അതുപോലെ ഗ്രാനൈറ്റും ഒക്കെ ആയാലും കബോർഡ് കൊണ്ടുമൊക്കെ ഭംഗിയാക്കുന്ന ഒരു മിനിമലൈസ് കിച്ചണാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കിച്ചനോട് ചേർന്ന് എനിക്ക് തോന്നുന്നു വലതുഭാഗത്ത് ചെറിയൊരു സ്റ്റോർ റൂമുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള ചെറിയൊരു സ്റ്റോർ റൂമും ഇതിനോട് ചേർന്ന് ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് നല്ലൊരു സ്പേസോടുകൂടി വർക്ക് ഏരിയയും നമുക്ക് കാണാം. അങ്ങനെ നമുക്ക് വേണ്ട 3 ഭാഗങ്ങളും സ്റ്റോർ റൂമും മോഡുലാർ കിച്ചണും വർക്ക് ഏരിയയും കൂട്ടിയിട്ട് നല്ലൊരു ഭാഗത്തെ തന്നെയാണ് ഈ ഒരു കുറഞ്ഞ സ്ഥലത്ത് നിർത്തിക്കൊണ്ട് തന്നെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്.
702 പറ വീടിന് 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. 3 ബെഡ്റൂമുകളിലും നല്ല വലിപ്പവും ഒപ്പം നല്ല സ്പേഷ്യസും കാറ്റും വെളിച്ചം ഒക്കെ കടന്ന് വരുന്ന രീതിയിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. 13ക്ക് 11.5 അടുത്ത് വരുന്ന ഒരു വലിയ ബെഡ്റൂമാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു അറ്റാച്ച് ബാത്റൂമും ഉണ്ടെന്നുള്ളത്. ബാക്കി 2 റൂമുകൾക്കും കോമൺ ബാത്റൂമുകളാണ് ഉള്ളത്. 1300 സ്ക്വയർ ഫീറ്റുകളിലെ ഏറ്റവും വലിയ ഭംഗിയും രസവും ഒക്കെ വിശാലമായ ബെഡ്റൂം തന്നെയാണ്. ബെഡ്റൂമിൽ സ്ക്വയറായിട്ട് തന്നെ ബെഡ്റൂം ഇരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ടൈൽസ് ആണെങ്കിലും നല്ല, എനിക്ക് തോന്നുന്നു ഈ ആമയുടെയും അതുപോലെ തന്നെ ചിപ്പിയുടെയൊക്കെ മുകളിൽ കാണുന്ന ഇപ്പോൾ പുള്ളിയും കുത്തിൻ്റെ ഉള്ള ഒരു ഡിസൈനാണ് ഫ്ലോറിൽ എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ടൈൽസുകൾ എക്സ്പെൻസീവ് ആണെങ്കിലും പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി അതിന് മാറ്റുകൂട്ടുന്നു എന്നുള്ളതാണ്. കളറാണെങ്കിലും 2 കളറുകളാണ് വോളിൽ വന്നിട്ടുള്ളത്. ഒപ്പം ഫോൾ സീലിങ്ങിൻ്റെ കളറ്. എന്നാൽ വോളിലോ അല്ലെങ്കിൽ മറ്റു ഭാഗത്തോ ഒന്നും അലങ്കൃതമായുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ നമുക്ക് അരാജകത്വം തോന്നുന്ന വസ്തുക്കളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു ബെഡും ഒപ്പം സ്പേഷ്യസും വായുസഞ്ചാരവും വെളിച്ചവും ഒക്കെ കടന്നു വരുന്ന രീതിയിലാണ് നിർമ്മാണം. ഒപ്പം വലിയൊരു കബോർഡും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം. അങ്ങനെ ചെറുതെങ്കിലും വലിയ വായുസഞ്ചാരമുള്ള വിസ്തൃതിയുള്ള ഒരു റൂമാണ് നമുക്ക് വീടിൻ്റെ 3 റൂമുകളിലും കാണാൻ സാധിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ബാക്കി 2 റൂമുകളും നിർമ്മിച്ചിട്ടുള്ളത്. ഈ നിർമ്മാണങ്ങളിൽ തന്നെയാണ് ചിലവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വീടിൻ്റെ നിർമ്മാണത്തെപ്പറ്റി കേൾക്കുന്നതിനോ വീടിൻ്റെ നിർമ്മാണത്തെപ്പറ്റി അറിയുന്നതിനേക്കാളും ഒക്കെ നമുക്കിഷ്ടം അതിൻ്റെ വിഷ്വൽസ് കാണാനാണ്. പൂർത്തീകരണ ഭാവത്തിലേക്ക് എത്തി നിൽക്കുന്ന വീടിൻ്റെ ഭാവാനുഭാവങ്ങൾ മനസ്സിലാക്കാനും കാണാനുമൊക്കെയാണ് ഏവർക്കും താല്പര്യം. എന്നാൽ ഒരു വീടിൻ്റെ നിർമ്മാണങ്ങൾ ഏർപ്പെടുന്ന സമയം മുതൽ അല്ലെങ്കിൽ ആ ഡ്രോയിങ് സെക്ഷൻ തുടങ്ങുന്നത് മുതൽ അതിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ ഒരു വിഷ്വൽ വരെ അതിലനുഭവിക്കുന്ന വേദനകളും യാതനകളും വളരെയധികം ആണ്. അതുകൊണ്ടാണ് വീട് ഒരു സ്വപ്നമാണെങ്കിലും ഒന്ന് മതി, ഒന്നിൽ കൂടുതൽ അതിനുവേണ്ടി മെനക്കെടാൻ കഴിയില്ല എന്ന് മലയാളി ഒന്നടങ്കം പറയുന്നതും. ഏതൊരാൾക്കും ബുദ്ധിമുട്ടിൻ്റെ നിറവോടുകൂടി തന്നെയാണ് വീട് സമ്മാനിക്കപ്പെടുമ്പോൾ ഒടുവിൽ അതിൻ്റെ ഇൻറ്റീരിയറും അതിൻ്റെ ഭംഗിയും അതിലുണ്ടാകുന്ന ആർക്കിടെക്റ്റിൻ്റെ രസകരമായിട്ടുള്ള ഓരോ ദൃശ്യങ്ങളുമൊക്കെ നാം ആസ്വദിക്കപ്പെടുമ്പോൾ വാചകങ്ങളുടെയും വിശാലതകളുടെയും ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ നിർമ്മാണത്തെപ്പറ്റി പറയുമ്പോഴാണ്, കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിവും ചിന്തകളും ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. ദൃശ്യമാധ്യമങ്ങളും ശ്രവണ മാധ്യമങ്ങളും ഒക്കെ ഇന്ന് വീടുകളെ പറ്റിയിട്ടും വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തെ പറ്റിയിട്ടും നൂതന ശൈലികളെ പറ്റിയിട്ടും ഒക്കെ ഉണ്ട് എങ്കിലും വായിക്കാനുള്ള മനോഭാവം നമ്മളിൽ വളരെ കുറവാണ്. തീർന്നിരിക്കുന്ന വീടിൻ്റെ പടം കാണുന്നതിനും തീർന്നിരിക്കുന്ന വീടിൻ്റെ അകത്തളത്തിലെ ഇൻറ്റീരിയറിൻ്റെ ഭംഗി കാണുന്നതിനുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിനെക്കാട്ടിലും ഒക്കെ അപ്പുറത്തേക്ക് അതിൻ്റെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും ഓരോ മുക്കും മൂലയും ചെയ്തിരിക്കുന്ന ഭാഗങ്ങളുമൊക്കെ മനസ്സിലാക്കി എടുത്തുകൊണ്ട് ഇനിയും വീട് നിർമ്മിച്ചിട്ടില്ലാത്തവർ, ഇനിയും വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇനി എന്നെങ്കിലും ഒരു വീട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറഞ്ഞ ചിലവിലെ വീടുകൾ കാണുമ്പോൾ അത്തരത്തിലുള്ള അതിൻ്റെ ഫോർമുലകൾ മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൊണ്ട് വീട് നിർമ്മാണത്തിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യാമെങ്കിൽ കൂടുതൽ പ്രയോജനം കിട്ടുമെന്നുള്ള വസ്തുതയാണ് ഇന്ന് ഓരോ ബഡ്ജറ്റ് ഹോമും നമ്മൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്.
പച്ചമരതകം കെട്ടിയ നാട്ടും പ്രദേശത്ത് പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ സാധാരണക്കാരനായ ഒരാൾക്ക് സ്വപ്നം കാണാവുന്ന വീട് വെച്ച് നൽകുകയാണ് ഡിസൈനേഴ്സ് എന്ന ആർക്കിടെക്റ്റും അതിൻ്റെ കമ്പനിയുടെ ഉടമസ്ഥനുമായ കെ മുരളീധരൻ. എന്നാൽ വീട്ടുടമസ്ഥൻ്റെ പ്രിയ പുത്രൻ തന്നെ ജിബിൻ അതിന് വരകൾ കൊണ്ട് ചാർത്തുന്ന എലിവേഷനും കൂടിയാകുമ്പോൾ ഏതൊരാൾക്കും നമ്മളുടെ സ്വപ്നങ്ങൾ അകലെയല്ല, വീട് വയ്ക്കുക എന്ന് പറയുന്ന മഹനീയ കർമ്മം സാധ്യമാകും എന്ന ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേർക്കുകയാണ്. അല്ലെങ്കിൽ ഏതൊരാൾക്കും മാതൃകയാകുന്ന തരത്തിൽ നമ്മുടെ വീട് മാറിക്കഴിയുകയാണ് എന്നുള്ള ആ ഒരു വിശാലത മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന പ്രത്യേകതയോടു കൂടിയാണ് ഈ വീട് ഇവിടെ പൂർണ്ണമാകുന്നത്. 1400 സ്ക്വയർ ഫീറ്റ് 22 ലക്ഷം രൂപയ്ക്ക് ആലപ്പുഴയിലെ തകഴിയിലെ പച്ച എന്ന ഗ്രാമപ്രദേശത്ത് തീർക്കപ്പെടുമ്പോൾ ഡിസൈനേഴ്സ് ബിൽഡേഴ്സും ഒപ്പം മുരളീധരനും അഭിമാനിക്കാം. നാളെ കേരളീയരിലെ ആർക്കെങ്കിലുമൊക്കെ ഇനിയും താങ്ങും തണലുമാകുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കാനുള്ള ധൈര്യം പകർന്നു കൊടുക്കാൻ അതിന് ശ്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾക്കും ഒക്കെ ഒരു വലിയ അംഗീകാരമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വീണ്ടും തുടരുകയാണ് യാത്രയിൽ മറ്റൊരു വീടും അതിലെ വൈഭവങ്ങൾ നിറഞ്ഞ നിർമ്മാണ ശൈലികളും ഒക്കെ തേടി. അതുവരെ പുതിയൊരു എപ്പിസോഡിലേക്ക് കാത്തിരിക്കുക. എല്ലാവർക്കും നമസ്കാരം.